Hi students, once again welcome back to organizational behavior. So today's topic is organizational development. Organizational development കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ രണ്ട് issues നമ്മൾ പഠിച്ചു, soft issues and hard issues. അതുപോലെ തന്നെ ഓഡിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓഡിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടു. ഓഡി പ്രോസസ് അതിൻ്റെ 5 സ്റ്റെപ്സ് അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, ഡാറ്റ കളക്ഷൻ എന്താണ്, ഡയഗ്നോസിസ് എന്താണ്, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിയെക്കുറിച്ച് തന്നെയാണ്. ഓഡിയെക്കുറിച്ചുള്ള കോമൺ ഡെഫിനിഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓഡിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഓഡിയെക്കുറിച്ച് 3 പേര് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഡെഫിനിഷൻസ് ആണ് ഇവിടെ കാണുന്നത്. കൂൺസ്, അതുപോലെ തന്നെ ബ്രൂക്ക് ആൻഡ് ഫ്രഞ്ച് ആൻഡ് ബെൽ. ഫ്രഞ്ചും ബെല്ലും കൂടെ ചേർന്ന് ഡിഫൈൻ ചെയ്ത 3 ഡെഫിനിഷൻസ് ആണ് ഇവിടെ കാണുന്നത്. സോ ആദ്യത്തെ തന്നെ അക്കോർഡിംഗ് ടു കൂട്സ് എന്താണ് പറയുന്നത് നോക്കിയേ. ഓഡി ഈസ് എ സിസ്റ്റമാറ്റിക് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്ലാൻഡ് അപ്രോച്ച് ടു ഇംപ്രൂവ് ദ effectiveness ഓഫ് ദ എന്റർപ്രൈസസ്. It is designed to solve the problems that adversely affect the operational efficiency at all levels. സോ ഓഡി എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ എന്റർപ്രൈസസ്. ഒരു എന്റർപ്രൈസസിൻ്റെ ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻഡ് ആയിട്ടുണ്ടാക്കിയ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഓഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു സോൾവ് പ്രോബ്ലംസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി അറ്റ് ഓൾ ലെവൽസ്. അപ്പോൾ ഇതെന്തിനു വേണ്ടി എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു? ടു സോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ്, അതായത് ഒരു ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. ദാറ്റ് അഫക്ട് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി അറ്റ് ഓൾ ലെവൽസ്. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലുമുള്ള ഫങ്ഷണൽ എഫിഷ്യൻസിയെ കുറയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കാണുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കൂൺസിന്റെ ഡെഫിനിഷനാണിത്. സോ അടുത്തത് ബ്രൂക്കിന്റെ ഡെഫിനിഷനാണ്. ബ്രൂക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബ്രൂക്ക് ഹാസ് ഡിഫൈൻഡ് ഓഡി ആസ് എ പ്ലാൻഡ് പ്രോസസ് ഓഫ് ചേഞ്ച് in an organization culture through the utilization of behavioral science, technology, research and theory. അപ്പം ബ്രൂക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ കൂൺസ് ഡിഫൈൻ ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിഫൈൻഡ് ആസ് ദ പ്ലാൻഡ് പ്രോസസ് ഓഫ് ചേഞ്ച്. ഇവിടെയും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ഓഫ് ചേഞ്ച് ആണ്. ഓർഗനൈസേഷൻ കൾച്ചറിൽ വന്ന ഒരു പ്ലാൻഡ് ചേഞ്ച് ആണ്. Through the utilization of behavioral science ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ കൾച്ചറിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തുന്ന പ്രോസസ്സാണ് ഓഡി എന്ന് ബ്രൂക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സോ റിസർച്ച് ആൻഡ് തിയറി. അപ്പോൾ ടെക്നോളജി, OB അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ് അല്ലെങ്കിൽ
ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒക്കെ ഉപയോഗിച്ച് ടെക്നോളജിയിലും റിസർച്ചിലും തിയറിയിലും ഒക്കെ ഒരു ചേഞ്ചസ് അതിന് വന്ന ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. എന്തിനാണ്? ഓർഗനൈസേഷൻ കൾച്ചറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. എന്തിൻ്റെ സഹായത്താൽ? ബിഹേവിയറൽ സയൻസ് ടെക്നോളജി, റിസർച്ച് ആൻഡ് തിയറി ഉപയോഗിച്ചുകൊണ്ട് വന്ന പ്ലാൻഡ് ചേഞ്ചിനെയാണ് ബ്രൂക്ക് OD എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഫ്രഞ്ച് ആൻഡ് ബെൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. OD is a systematic approach to organizational improvement that applies behavioral science theory and research in order to increase individual and organizational well-being and effectiveness. അപ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. OD എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് ടു ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ അപ്രോച്ചാണ് ദാറ്റ് അപ്ലൈസ് ബിഹേവിയറൽ സയൻസ് തിയറി ആൻഡ് റിസർച്ച് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ വെൽബീങ്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് ഇൻഡിവിജ്വൽ ലെവലിലും വ്യക്തിപരമായിട്ടുള്ള ലെവലിലും ഓർഗനൈസേഷൻ ലെവലിലും അതിൻ്റെ എംപ്ലോയീസിൻ്റെ വെൽബീയിങ്ങിനും അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുക, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് ഫ്രഞ്ചും ബെല്ലും ചേർന്ന് OD എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് OD can be defined as a long-time, more encompassing change approach meant to improve individual as well as the organizational well-being in a changed situation. അപ്പം OD എന്ന് പറയുന്നത് വളരെ ലോങ് ടൈമിന് വേണ്ടി, വളരെ ദീർഘകാലത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ നല്ലൊരു അപ്രോച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്തിനാണ്? ഇംപ്രൂവ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ വെൽബീങ്. ഇൻഡിവിജ്വലിൻ്റെയും ഓർഗനൈസേഷൻ്റെയും വെൽബീയിങ്ങിന് വേണ്ടി, നല്ലതിന് വേണ്ടി ഒരു ചേഞ്ച്ഡ് സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ OD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒട്ടനവധി ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പം ഫേമസ് ആയിട്ടുള്ള ചില ഓതേഴ്സിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എന്താണ് OD ഫണ്ടമെന്റൽസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് OD. So OD fundamental comprises of mainly 6 elements. 6 elements ആണ് നമ്മൾ OD ഫണ്ടമെന്റൽസിൽ അടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ്, ദെൻ സ്ട്രക്ചർ, ദെൻ തേർഡ് വൺ പർപ്പസ്, ദെൻ മെക്കാനിസംസ് ആൻഡ് റിവാർഡ്സ്, ആൻഡ് ഫൈനലി ലീഡർഷിപ്സ്. സോ ദീസ് ആർ ദ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് OD. സോ എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് encompasses mainly 3 components: relationship, structure, purpose, mechanism, rewards, and leadership. Now let us see what are the characteristics of OD. ODയുടെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is a systematic approach to planned change. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്കുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് OD എന്ന് പറയുന്നത്. And it is grounded in solid research and theory. OD വളരെ നല്ല അടിത്തറ ഉള്ള ഒരു റിസർച്ചിലൂടെയും തിയറിയിലൂടെയും ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കൺസെപ്റ്റാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ അത് വളരെ ഗ്രൗണ്ടഡ് ആണ്, നല്ല ഉറപ്പുള്ള സോളിഡ് റിസർച്ച് ആൻഡ് തിയറി. സോ ഇതാണ് ODയുടെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ദ തേർഡ് വൺ, ഇറ്റ് റെക്കഗ്നൈസ് ദ റെസിപ്രോക്കൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഇപ്പം OD റെക്കഗ്നൈസ് ചെയ്യുന്നത്
ഒരു ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഓഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും തമ്മിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു ബന്ധം അതിനെ തിരിച്ചറിയുകയാണ് ഓഡി ഇവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് റെക്കഗ്നൈസ് ദ റെസിപ്രോക്കൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഓർഗനൈസേഷൻസ്. ദെൻ ഓഡി ഈസ് ഗോൾ ഓറിയന്റഡ്. ഓഡി എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു സോൾവ് ദ പ്രോബ്ലംസ്. മെയിൻലി ഓഡി ഉദ്ദേശിക്കുന്നത് to solve the problems. So these are the main characteristics of organizational development. So as we said earlier, it is a systematic approach to the planned change. It is structural system of diagnosing organizational problems and opportunities and then applying expertise to them. So planned ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഡയഗ്നോസിസ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഡയഗ്നോസിസ് ചെയ്യുന്നു. ദെൻ അപ്ലൈയിങ് എക്സ്പെർട്ടൈസ് ടു ദം. ഇത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഐഡിയാസ് അതിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഓഡിയുടെ സാലിയൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ 5 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. ദെൻ 6th one, വാട്ട് അബൌട്ട് ദ 6th one? ആറാമത്തെ നമുക്ക് നോക്കാം. അതിൽ ഓഡി ഫോക്കസ് ഓൺ ഹ്യൂമൻ, സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓഡി ഫോക്കസ് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനിലെ സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ടെക്നോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആസ്പെക്ട്, ഇങ്ങനെ 4 ആസ്പെക്റ്റുകളെയാണ് ഓഡി ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിലെ ഹ്യൂമൻ സൈഡ്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ്. ദെൻ 7th one, 7th characteristics of OD. OD focus on total system change. ടോട്ടൽ ഓർഗനൈസേഷണൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഓഡി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും. സോ അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഓഡി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡി. ഇനി നമുക്ക് ഓഡിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മുമ്പ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇംപ്രൂവ് ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ആസ് മെഷേർഡ് ബൈ പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ ആൻഡ് ഇന്നോവേറ്റീവ്നെസ് എക്സെട്ര. അപ്പം ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഏതൊക്കെ? പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ ആൻഡ് ഇന്നോവേറ്റീവ്നെസ് എന്നുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ വരുന്ന ചേഞ്ചസിനെ നന്നായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സ്വീകരിക്കാനുള്ള ഒരു കഴിവുള്ളതാക്കി ഓർഗനൈസേഷനെ മാറ്റുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ ഓർഗനൈസേഷണൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഓഡിയുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് കോൺട്രിബ്യൂട്ട് ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു ദ ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ പ്രശ്ന പരിഹാരം നടത്തുവാൻ പ്രാപ്തരാക്കുന്നു. ആരെ? ദ ഓർഗനൈസേഷണൽ മെമ്പേഴ്സിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഓഡിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ ഇംപ്രൂവ് ദ ഇന്റേണൽ ബിഹേവിയർ പാറ്റേൺ സച്ച് ആസ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ഇന്റർഗ്രൂപ്പ് റിലേഷൻസ്. അപ്പം ഒരു ഓർഗനൈസേഷനിലെ ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നു. അത് ഏതൊക്കെ തരത്തിലാണ്? ഇംപ്രൂവ് ദ ഇന്റേണൽ ബിഹേവിയർ പാറ്റേൺ സച്ച് ആസ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ഇന്റർഗ്രൂപ്പ് റിലേഷൻസ്. അപ്പോൾ കോൺഫ്ലിക്റ്റിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, അല്ല ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഇന്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ
ഇംപ്രൂവ് ദ ഇന്റേണൽ ബിഹേവിയർ പാറ്റേൺ, പരസ്പരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്റെ ബിഹേവിയറൽ പാറ്റേൺസ്, അത് ഇന്റർപേഴ്സണൽ ആയിക്കോട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായിക്കോട്ടെ, രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ളതായിക്കോട്ടെ. സോ ഈ ലെവലിൽ അവരുടെ ബിഹേവിയറൽ പാറ്റേൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് OBയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ലെവൽ, പരസ്പരമുള്ള വിശ്വാസത്തിന്റെ ലെവൽ ഓഫ് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് എമോങ് ദ റോൾ പ്ലേയേഴ്സ്. ഇപ്പോൾ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള വിശ്വാസം, അതുപോലെ സപ്പോർട്ട്, ഇതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് OD സഹായിക്കുന്നു. So what about the last objective of OD? Let us see what is the fifth objective. Understand oneself and others. നമ്മളെ തന്നെ സ്വന്തമായിട്ടും, ഓരോ വ്യക്തികളെ സ്വന്തമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ അതേഴ്സിനെ മനസ്സിലാക്കുക. Then openness, തുറന്ന മനസ്സിന്, ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ തുറവി, and meaningful communication and involvement in planning for organizational development. ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതിനുള്ളിലെ മെമ്പേഴ്സിനെ വളരെ മീനിങ് കമ്മ്യൂണിക്കേഷൻ, പരസ്പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ പ്ലാനിങ്, അതുപോലെ എല്ലാ മെമ്പേഴ്സിനെയും പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അവർ സ്വയം താല്പര്യം കാണിച്ച് പ്ലാനിങ്ങിലൊക്കെ അതിൽ മെമ്പേഴ്സ് ആവുക, അല്ലെ അംഗമാവുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് OBയുടെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. So next is OD concept. What are the concepts of OD? So as far as organizational development is concerned, so this concept is connected to leadership initiatives. So first it begins with leadership initiative. So ഒരു leadership initiative ഒരു ഭാഗത്ത് നിന്ന് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നു. Then another stage എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ഡയഗ്നോസിസ്. അപ്പം അതിനുശേഷം ഒരു ഡയഗ്നോസിസ്, ഒരു വിശകലനം ചെയ്യുകയാണ്. ബോട്ടം അപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ പ്രോബ്ലമോ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അതിനെ ഡയഗ്നോസിസ് നടത്തുന്നു, സിറ്റുവേഷൻസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈ സിറ്റുവേഷൻ അവയർനെസ്. എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു അവയർനെസ് നമ്മൾ നടത്തുന്നു. ദെൻ OD ഇന്റർവെൻഷൻസ്. ദെൻ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് OD അപ്ലൈ ചെയ്യുകയാണ്. അതാണ് OD ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അതിലൂടെ ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പോൾ OD ഇന്റർവെൻഷനിലൂടെ ഒരു ഓർഗനൈസേഷനിലേക്ക് ചേഞ്ച് കൊണ്ടുവരുന്നു. സോ ചേഞ്ച് മാനേജ്മെന്റ്. സോ ദാറ്റ് ലീഡ്സ് ടു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഇതാണ് കൺസെപ്റ്റ് ഓഫ് OD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് കൺസെപ്റ്റ്. Now let us see the 7 steps of organizational development process. Organizational development process ne nammal oru 7 steps aaki oru cyclic process ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇനിഷ്യൽ ഡയഗ്നോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയഗ്നോസിന്റെ ആരംഭമാണ്. ദെൻ ഡാറ്റ കളക്ഷൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിനെ കുറിച്ചും. ദെൻ ഡാറ്റ ഫീഡ്ബാക്ക്. ദെൻ പ്ലാനിങ് സ്ട്രാറ്റജി. ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അതിലേക്ക് ഒരു പുതിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയാണ്. ദെൻ ഇൻ്റർവെൻഷൻ. ഇവിടെ നമ്മൾ ODയുടെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഭാഗം, OD ശരിയായിട്ട് അതിൽ ഇടപെടുന്ന അവസരമാണ് ഇൻ്റർവെൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ടീം ബിൽഡിംഗ്. ഇതനുസരിച്ച് OD ഒരു ടീം ബിൽഡ് ചെയ്യുന്നു. ദെൻ ഇവാലുവേഷൻ. ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു. സോ ദെൻ ഇറ്റ് അഗെയിൻ ഗോസ് ടു ഇനീഷ്യൽ ഡയഗ്നോസിസ്. സോ ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സാണ്, 7 സ്റ്റെപ്സ്. സോ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് പ്രോസസ് 7 സ്റ്റെപ്സിലായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഡയഗ്രമാണിത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
Okay, thank you.